കാണുന്നത് കോയമ്പത്തൂരിലെ ആദിയോഗി പ്രതിമ കേട്ടോ. ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ 2026 ജനുവരിയിലാണ് പോയത്. ഞാൻ 2017 ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നു മുതലേ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഈ ആദിയോഗി പ്രതിമ പോയി കാണണം എന്നൊക്കെ. ആഗ്രഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് സാധ്യമാവില്ല എന്നുള്ള ഒരു തോന്നലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെറുതെ ആയി. ഈ 2026 എനിക്ക് ആ ഭാഗ്യം കിട്ടി. പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു ഞങ്ങൾ കോയമ്പത്തൂർ പോവുക, നിങ്ങളും വരണമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളടുത്ത് അങ്ങനെ പോണ ഒരു ടീം വരാൻ വേണ്ടി ഞങ്ങളോട് ഇങ്ങോട്ട് പറയുമായിരുന്നു, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പോയി. ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയത് കേട്ടോ. ഇവിടുത്തെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും നമ്മൾ മലയാളികളായാലും തമിഴരായാലും ബംഗാളികളായാലും കന്നഡ ഉറുദു എല്ലാ ഭാഷ സംസാരിക്കുന്നവരായാലും നല്ല നീറ്റായിട്ടാട്ടോ അവിടെ ഇരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഈ സമയത്ത് ഇരിക്കുകയാണ്. ഇത് ലൈറ്റ് ഷോ ആണ്, രാത്രി 7 മണിക്ക് നടക്കുന്ന ലൈറ്റ് ഷോ ആണ്. ഈ സമയത്ത് എന്തൊരു അച്ചടക്കത്തിലാണ് അറിയാം, എല്ലാവരും ഇരിക്കുകയാണ്. ഒരാൾ പോലും എഴുന്നേറ്റ് നിൽക്കാനോ ബാക്കിൽ നിന്ന് ഇരിക്കുമെന്ന് പറയാനോ അവിടെ ഒരു സന്ദർഭം വരുന്നില്ല കേട്ടോ. ഈ സെക്യൂരിറ്റിമാരുടെ ഒരു വിസിലിൽ തന്നെ എല്ലാവരും ഇരിക്കുകയാണ്. അത് ഒരു അതിശയമായിട്ടുള്ള കാര്യമായിട്ടും തോന്നി കേട്ടോ. കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനാണ് ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നടത്തുന്നത് കേട്ടോ. ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിലാണ് ഈ ആദിയോഗി പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ശിവഭഗവാന്റെ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 2 കൊല്ലം കൊണ്ടാണത്ര ഇത് ഡിസൈൻ ചെയ്തെടുത്തത് കേട്ടോ. നിർമ്മിക്കാനാണെങ്കിലോ 8 മാസം എടുത്തു. പൂർണ്ണമായിട്ടും ഇത് സ്റ്റീലിലാണെന്നാണ് അറിയപ്പെടുന്നത്. 112.4 അടി ഉയരവും 24.99 മീറ്റർ വീതിയും ഈ പ്രതിമയ്ക്കുണ്ടെന്നാണ് അറിവ്. ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ പ്രതിമ കൂടിയാണ് ഇത്. യോഗയുടെ ആദ്യ ഗുരു ആരാന്ന് ചോദിച്ചാൽ അത് ശിവനാണല്ലോ അല്ലേ. അപ്പോൾ അതാണ് ആദിയോഗി എന്ന പേരിൽ ഈ പ്രതിമ ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് ഉദ്ഘാടനം ചെയ്തത് 2017 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് ഈ ഇസ ഫൗണ്ടേഷൻ്റെ മുഴുവൻ പ്രവർത്തകരും ഇവിടെ ഭയങ്കരമായ അച്ചടക്കത്തിലാട്ടോ കാര്യങ്ങളെല്ലതും പോകുന്നത്. അവിടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ പോലും ഒരു ആവശ്യമില്ലാതെ അവർ പരസ്പരം പോലും ഒന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആദിയോഗി ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് അവിടെ എത്തി. ആദിയോഗി പ്രതിമ നിൽക്കുന്ന ആ ഭാഗത്ത് എത്തി കേട്ടോ. അവിടുന്ന് ഞങ്ങൾ കാളവണ്ടിയിലാണ് ഇഷ യോഗ സെൻറ്ററിലേക്ക് പോയത് കേട്ടോ. യോഗ സെൻറ്ററിലേക്ക് പോയി അവിടെ നമുക്ക് അമ്പലങ്ങളിൽ ഗുരുവായൂരും തിരുവനന്തപുരത്തൊക്കെ ഉള്ള പോലെ തന്നെ നമ്മളെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം കേട്ടോ അവർ യോഗ സെൻറ്ററിലേക്ക് കടത്തി വിടുന്നുള്ളൂ. പിന്നെ ബാഗോ മൊബൈലോ ഒന്നും നമ്മളെ കയ്യിൽ പാടില്ല. ചെറിയ മണി പേഴ്സ് പോലത്തെ എന്തെങ്കിലും കൈ പിടിച്ചിട്ട് നമുക്ക് അങ്ങനെ പോകാമെന്ന് മാത്രം. ഈ യോഗ സെൻറ്ററിനുള്ളിൽ ചെന്നാൽ ഈ ആദിയോഗി പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് ഇതൊരു ഗ്രൗണ്ട് മാത്രം, പിന്നെ ഈ ആദിയോഗിയാണുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ എത്ര കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചിലർ അത്ര വരെ മാത്രം പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒന്നുമില്ല, അവിടെ ഒരു മൊട്ട കുന്ന് മാത്രമാണ്, പിന്നെ ഈ ആദിയോഗി പ്രതിമ ഉണ്ടെന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ. അതും പകൽ ചെന്നാൽ എന്താ പറയുക, ആദിയോഗിയുടെ ആ ഒരു സ്റ്റീൽ പ്രതിമ അങ്ങനെ കാണുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇത് കാണേണ്ട ടൈം ഈ വൈകിട്ട് 7 മണിക്ക് തന്നെയാണ് കേട്ടോ. ആ സമയത്ത് നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തണം. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഭാഗത്തേക്ക് പോകുമായിരിക്കും നല്ലത്. അല്ലാതെ നമുക്കിത് വെറും ഒരു മൊട്ടക്കുന്നും ഒരു ആദിയോഗി അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ശിവഭഗവാന്റെ ശിരസ്സും ഹൃദയവും കഴുത്തുമാണ് നമുക്കിതിൽ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ ലൈറ്റ് ഷോയിലൂടെ മിന്നി മറയുന്നത് ഈ ലോകമാണ്, ലോക അത്ഭുതങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ ശിവഭഗവാന്റെ ശരീരത്തിലെ പ്രകൃതിയെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൽ കാണാൻ കഴിയുകയാണ്. പ്രകൃതി എന്തെല്ലാം നിറഞ്ഞതാണ് ഈ പ്രകൃതി എന്നതും ഇതിൽ കാണുകയാണ് കേട്ടോ.
ഇതിൽ ശിവഭഗവാന്റെ കണ്ടത്തിലുള്ള ആ നാഗം അതൊക്കെ ഇങ്ങനെ ഈ ലൈറ്റ് ഷോയിലൂടെ ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങി ശിവഭഗവാൻ ഇങ്ങനെ ചുറ്റി വന്നിട്ട് കഴുത്തിൽ ഇങ്ങനെ ഫണം വിടർത്തി നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടാട്ടോ ലൈറ്റ് ഷോയിൽ വരുന്നത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കാളവണ്ടിയിലാണ് കേട്ടോ ഈ ഇഷ യോഗ സെൻറ്ററിലേക്ക് ഞങ്ങൾ പോയത്. യോഗ സെൻറ്ററിൽ ചെന്നാലാണ് അവിടുത്തെ പ്രാർത്ഥനാ രീതികളും പൂജകളും എല്ലാവരും അവിടെ ഓരോരോ യോഗാസനങ്ങളിൽ ഏർപ്പെട്ട് ഇരിക്കുന്നവരാവട്ടോ. പിന്നെ സൈലൻസാണ് അവിടുത്തെ പ്രത്യേകത. അവിടെ വർക്ക് ചെയ്യണവർ പോലും സംസാരിക്കണില്ല പരസ്പരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ കാണാനില്ലെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് അടുത്ത് നിൽക്കുന്ന ഒന്നും നമ്മളും പറയാൻ പറ്റില്ല. അത് നിന്ന് അച്ചടക്കത്തിൽ പോയിട്ട് വേണം അവിടെ എല്ലാതും കണ്ടുപോരാൻ കേട്ടോ. പിന്നെ ഒരു വേസ്റ്റും അവിടെ ഇടാൻ പാടില്ല. ഒരു അനാവശ്യമായിട്ട് അവിടെ ഒരു മുട്ടായി വിൽക്കുന്ന ആളെ പോലും അവിടെ കാണാനില്ല. അതും അവിടെ പ്രത്യേകതയായിരുന്നു. ഒരു ഐസിൻ്റെ വണ്ടിയില്ല, ഒരു ഐസ്ക്രീമിൻ്റെ വണ്ടിയില്ല, മിഠായി വിൽക്കണതില്ല. അങ്ങനെയൊക്കെയാണ്. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. അത് പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റ് പേപ്പർ ഗ്ലാസ്സുകളിലും പ്ലേറ്റുകളിലൊക്കെയാണ്. അത് കുറച്ച് വിട്ടിട്ടാണ്. പിന്നെ അവിടുത്തെ ഇത് വേസ്റ്റൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉള്ള കാര്യങ്ങളും അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നാമത്തെ കാര്യം അതാണ്. അവിടെ വേസ്റ്റൊക്കെ അവിടെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ആ ഒരു ഇത് മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അതിലേക്ക് തന്നെ ചെല്ലല്ലേ. അപ്പോൾ അവിടെ ഒരു വേസ്റ്റ് ഉണ്ടാവണില്ല. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നോക്കിയെടുത്തിട്ട് നോക്കിയെടുത്ത് പോരാൻ പറ്റും അവിടുന്ന്. അങ്ങനെയാണ്. നോക്കൂ, ഈ ഭഗവാന്റെ കണ്ടത്തിലൂടെ എന്തൊക്കെയാണ് മിന്നി മറയുന്നത്. ഇതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്കത് അവസാനിച്ചു എന്ന് തോന്നുന്നില്ല. എഴുന്നേറ്റ് പോരാനും തോന്നുന്നില്ല കേട്ടോ. ഇത് ഒന്നിൽ കൂടുതൽ തവണ ഇഷ്ടംപോലെ തവണ കണ്ടവരുണ്ട് എന്നുള്ളത് ഇത് കാണാൻ ഉറപ്പാണ്. അവർക്കിത് എപ്പോൾ തുടങ്ങും, എന്തൊക്കെ തുടങ്ങും എല്ലാം അറിയാം. അപ്പോൾ ബാക്കിലിരുന്ന് അങ്ങനെ വിസിൽ വിളിക്കലും ഹരഹര മഹാദേവ എന്ന് പറയലും ഓരോരുത്തർ അവരുടേതായ ഭക്തിയിലിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പാർവതിയും ശിവനും പാർവതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് അതാണ്. ഈ സമയമൊക്കെ അവിടെ വല്ലാത്ത ഒരു അനുഭൂതിയുള്ളൊരു സമയമാട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ അവിടെ ഈ യോഗ സെൻറ്ററിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് കുറച്ചങ്ങനെ നടന്നു പോയിട്ട് അവിടെ എന്താണ് സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ഓരോ ഇതാണ്. പിന്നെന്താണ് മിറാക്കിളായിട്ട് നമ്മൾ കുറച്ച് നേരം മെഡിറ്റേഷനിൽ മിറാക്കിൾ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു ഗുഹയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ധ്യാനത്തിലിരുന്ന് കഴിഞ്ഞാൽ ചിന്തകളൊക്കെ മൈൻഡൊക്കെ മാറി നമ്മളൊരു പുതിയൊരാളായി പുറത്തു വരാൻ സാധിക്കുന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റിയില്ല. അതും ഇതുപോലെ ഇനിയൊരു ദിവസം അതിന് വേണ്ടി പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണണമല്ലോ. പിന്നീട് ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് നമുക്ക് എല്ലാതും സാധിക്കണം എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. ഫസ്റ്റ് ഈ ഷോയിൽ തെളിഞ്ഞു വരുന്നത് ലൈറ്റ് എവിടെയാണെന്നറിയോ? ഈ ചന്ദ്രക്കല, പിന്നെ തിലകം. അത് കഴിഞ്ഞിട്ട് കവചകുണ്ടലങ്ങൾ, പിന്നെ നാഗം, അങ്ങനെയാണ് ഇത് തുടങ്ങണത്. പിന്നെ ഈ പ്രകൃതിയും ഈ 7 ലോകങ്ങളും എല്ലാതും ഈ ഭഗവാന്റെ ഹൃദയത്തിലും കഴുത്തിലും ശിരസിലുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ കൂടെ പോയ 2 ആൺകുട്ടികളെ ഞങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് കാണാതെ ആയിട്ടോ. അതിങ്ങനെ കൂട്ടമായിട്ട് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇരുത്തും സെക്യൂരിറ്റിമാർ വന്നിട്ട്. ആ ഇരുത്തുന്ന സമയത്ത് എല്ലാവരെയും തള്ളി മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ കുട്ടികൾ പെട്ടെന്ന് അങ്ങോട്ട് കൈവിട്ട് പോയി. ഇനി എന്താ